കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ച കേസുണ്ടല്ലോ, ആ കേസിലെ പ്രതികളെ വെറുതെ വിട്ടു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 7 പേരായിരുന്നു പ്രതികൾ. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി. 2022-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വിശദാംശങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരായവർ അന്ന് ക്രൂരമായി സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ചത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. വെറുതെ വിടുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ഇംതിയാസ്? മുത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ 2022 ഓഗസ്റ്റ് 31-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അതിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കെ അരുൺ, എം കെ അശ്വിൻ, മുഹമ്മദ് ഷബീർ, കെ രാജേഷ്, സജിൻ, നിഖിൽ, സോമൻ, ജിതിൻലാൽ എന്നീ 7 പ്രതികളെയാണ് തെളിവുകളുടെ അഭാവത്തിൽ ഇപ്പോൾ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. അതായത് ഈ സംഭവത്തിൽ ഈ സുരക്ഷാ ജീവനക്കാർ നൽകിയ മൊഴി മാറ്റി പറയുന്നു. ആ മൊഴി മാറ്റി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ CCTV, അതായത് തെളിവുകളായി സമർപ്പിച്ചിരുന്ന CCTV ദൃശ്യങ്ങളൊന്നും ഇനി നിലനിൽക്കുന്നതല്ല എന്ന് പ്രതിഭാഗം വക്കീൽ വാദിക്കുന്നതും ഇങ്ങനെ ഈ പ്രതികളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, വിധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ കെ അരുൺ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നയാൾ ആ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാളെ, ഒരു രോഗിയെ സന്ദർശിക്കാൻ പാസില്ലാതെ ചെന്ന സമയത്ത് ഈ ജീവനക്കാർ തടഞ്ഞു എന്നതായിരുന്നു കാര്യം. അങ്ങനെ പാസ് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ തടഞ്ഞതിനെ തുടർന്ന് അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല എന്ന് സുരക്ഷാ ജീവനക്കാർ പറഞ്ഞതോടെയാണ് ഈ കെ അരുണിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം, ഡിവൈഎഫ്ഐ സംഘം അവിടെ എത്തി ജീവനക്കാരെ മർദ്ദിച്ചു എന്ന ഒരു ആരോപണം അന്നു മുതലേ നിലനിന്നിരുന്നത്. പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് 3 സുരക്ഷാ ജീവനക്കാരും അതുപോലെ തന്നെ അവിടെ ഒരു മാധ്യമ പ്രവർത്തകനും അവിടെ കണ്ടുവന്നിരുന്ന മറ്റൊരാൾ, ഇത്തരം ആളുകൾ ചേർന്നിട്ടായിരുന്നു ഇവർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നതും കേസുമായി മുന്നോട്ട് പോയതൊക്കെ. അതിൽ ഈ സുരക്ഷാ ജീവനക്കാർ മൊഴി മാറ്റി പറഞ്ഞെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നു, പി ഷംസുദ്ദീൻ എന്ന് പറയുന്നയാൾ. അയാൾ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ ഈ ജീവനക്കാർ മൊഴി മാറ്റി പറഞ്ഞതോടുകൂടി ഈ തെളിവുകളെല്ലാം അസാധുവായി എന്ന രീതിയിൽ കോടതി അതിനെ നിരീക്ഷിച്ചു. അങ്ങനെയാണ് ഇവരെ വെറുതെ വിടുന്ന സാഹചര്യത്തിലേക്ക് തെളിവായി സ്വീകരിക്കാൻ കോടതിക്ക് കഴിയില്ലേ? ആ ദൃശ്യങ്ങളിൽ ഉള്ളതിലപ്പുറം എന്ത് തെളിവാണ് ആവശ്യമുള്ളത് എന്ന് തോന്നിപ്പോകുന്നു. തീർച്ചയായിട്ടും കോടതിക്ക് മുൻപിൽ അത്തരത്തിൽ CCTV ദൃശ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേറ്റവും സ്ട്രോങ് ആയി നിന്നിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സുരക്ഷാ ജീവനക്കാരുടെ മൊഴികളായിരുന്നു. 3 സുരക്ഷാ ജീവനക്കാരുടെ മൊഴികളായിരുന്നു. ഒപ്പം ഒരു മാധ്യമ പ്രവർത്തകൻ്റെതും ഉണ്ടായിരുന്നു, പി ഷംസുദ്ദീൻ എന്ന് പറയുന്ന. പക്ഷേ ഇവർ പറയുന്നതിൽ നിന്ന്, ഈ രീതിയിൽ നിന്ന് മൊഴി മാറ്റി പറഞ്ഞതോടുകൂടി അത് കോടതിയുടെ മുൻപിൽ ഈ തെളിവുകൾ അസാധുവാകുന്നു. അതിൽ ഒരാൾ മാത്രം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒടുവിൽ ഈ പ്രതികളെയെല്ലാം വെറുതെ വിടുന്ന വിധിയിലേക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എത്തുകയായിരുന്നു. ശരി.